ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ ത്രോട്ട് കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ്, അതാണ് വീഡിയോ ഇടാൻ താമസിച്ചത്. നോക്കാം നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവ് എത്തിക്കണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ന ചെനയ്ക്കുന്ന ശബ്ദം കേൾപ്പിക്കും, മൈൻഡ് ചെയ്യില്ലേ? ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്. ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ, എനർജീസ്, ഗൈഡൻസ്. നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, അതുകൊണ്ട് മെല്ലെ മെല്ലെ നിങ്ങളിലേക്ക് ഒരു ഏർണിംഗ് ആയിട്ടായിരിക്കാം. ചിലപ്പം നിങ്ങൾ കാത്തിരുന്ന പണമാണ്, ചിലപ്പോൾ സാലറി വെയിറ്റ് ചെയ്തതാവും. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന സാലറി ആകാം, കിട്ടാനുള്ള പൈസ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ കിട്ടത്തില്ല എന്ന് വിചാരിച്ച പൈസ ആയിരിക്കാം. അങ്ങനെ പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ്, നിങ്ങൾ ആഗ്രഹിച്ച ഒരാളിൽ നിന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഒരു വളരെ ഗ്രാജുവലായിട്ട് നടന്നൊരു പ്രോസസ്സാണ്. അതായത് നിങ്ങൾ പലപ്പോഴും ഇതെന്താണ് എൻ്റെ അടുത്തേക്ക് വരാത്തത് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കരയുകയും നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ നടത്തിയിട്ടുള്ള ഒരു പ്രക്രിയ ആയിരിക്കും ഇത്. ഒരു പേഴ്സൺ ആണെങ്കിലും അത് ക്യാഷ് ആണെങ്കിലും ഇത് നിങ്ങളെ കുറേ അധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇത് ഒരുപാട് സമയമെടുത്ത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഈ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് കുറേ സമയം എടുത്തിട്ടുണ്ട്. കാരണം നിങ്ങളിത് ഡിസർവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ആവശ്യമുണ്ട്, നിങ്ങളിത് അർഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ കാര്യം നിങ്ങളിലേക്ക് വരുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഇതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ കിട്ടാനുള്ള പണമായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ കിട്ടില്ല എന്ന് വിചാരിച്ചതായിരിക്കാം. കാരണം ഇത് നിങ്ങളൊരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു. ആ കർമ്മയിൽ നിന്ന് നിങ്ങൾ കുറേ പാഠം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളിലേക്ക്, ആ പാഠം നിങ്ങൾ ഉൾക്കൊണ്ടു എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ജോബോ അല്ലെങ്കിൽ ഒരു പണം, നിങ്ങൾ കാത്തിരുന്ന പണമോ ആകാം. ഇന്ന് പണം കിട്ടുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് കണ്ടുവന്നിട്ട് 6 ഓഫ് സ്വോർഡ്സ് ആണ്. ഇത് നിങ്ങളുടെ ഫാമിലിയിൽ കുറേ ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഫിനാൻഷ്യൽ ബേർഡൻ മാത്രമല്ല, മാനസിക സംഘർഷം, ഭയങ്കര ദുരിതം. ഇപ്പം അത് ശാരീരികമായിട്ടായിരിക്കാം, ഫിസിക്കലായിരിക്കാം, മെൻ്റലായിരിക്കാം, ഇമോഷണലായിരിക്കാം, എക്കണോമിക്കലായിരിക്കാം. അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ കുറേ അധികം സ്ട്രഗിൾ ചെയ്തിരുന്നത്, അവിടെ നിന്ന് നിങ്ങൾ സമാധാനമുള്ള ഒരിടത്തേക്ക് പോകാൻ പറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരാശ്വാസം കിട്ടുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഈ പണം വരുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം വരുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ വളരെ സ്ട്രഗ്ലിംഗ് ആയിരുന്നെങ്കിൽ അവിടെ ഒരു ആശ്വാസത്തിന് വക കിട്ടുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര കലുഷിതമായ മാനസിക സമ്മർദ്ദത്തിൽ, വീട്ടിലെ കാര്യമാണേ, ദുരിതത്തിലാണ് നിങ്ങൾ ഇരുന്നതെങ്കിൽ ഇന്ന് ഒരു സമാധാനമുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്കുണ്ടാകും എന്നാണ് ഈ 6 ഓഫ് സ്വോർഡ്സ് പറയുന്നത്. കുടുംബത്തോടൊപ്പം നിങ്ങൾ മൂവ് ചെയ്യുന്നു എന്നാണ്. കുടുംബത്തോടൊപ്പം നിങ്ങൾ ദുരിതങ്ങളോടൊപ്പം നിങ്ങൾ മൂവ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഫിനാൻഷ്യലായിരിക്കാം, മെൻ്റലായിരിക്കാം, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർ അതിൽ നിന്നൊന്ന് റിലാക്സ്ഡ് ആവുന്ന ഒരു എനർജിയാണുള്ളത്. ഇതൊരു യാത്രയുടെ കാർഡാണ്. അപ്പോൾ ഇന്ന് യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ വിദേശത്തേക്കോ ഒക്കെ നിങ്ങൾ ഇപ്പം നിൽക്കുന്ന സാഹചര്യം എന്താണോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ആ സാഹചര്യത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാവാം നിങ്ങൾ ഒരു യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ കുറേ പേരൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വേറെ സ്ഥലങ്ങളിൽ ജോലി നോക്കി പോകുന്നതാവാം, താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറൊരിടത്തേക്ക് താമസം മാറി പോകുന്നതാവാം, ബുദ്ധിമുട്ട് കാരണം ട്രാൻസ്ഫറൊക്കെ വാങ്ങിച്ച് പോകുന്നതാവാം. എന്തോ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിന്ന് വേറൊരിടത്തേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. യാത്രയുടെ കാർഡും കൂടിയാണത് കേട്ടോ. തേർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് വാൺസ് ആണ്. ഇന്ന് ഭയങ്കര ആത്മാർത്ഥതയുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വാൺസ് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആവേശഭരിതമായിട്ടാണ് ചെയ്യുന്നത്, ആവേശഭരിതയായിട്ടാണ് ചെയ്യുന്നത്. ജോലിയിലൊക്കെ വളരെ ഓറിയൻറ്റഡ് ആയിരിക്കും. ഇനിയിപ്പോൾ എന്ത് ജോലി ചെയ്യുന്നോ അതിൽ വളരെ ആവേശത്തോടു കൂടി ജോലി ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. അതുപോലെ വളരെ ക്വിക്കായിട്ട് ആക്ഷൻ എടുക്കും, പെട്ടെന്ന് ചെയ്യും. അതും വളരെ ആത്മാർത്ഥമായിട്ട് ആവേശത്തോടു കൂടി ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത്. ഈ ആവേശം എല്ലാ കാര്യങ്ങളിലും ഉള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് പറയണം. ചിലപ്പോൾ ഫ്ലിപ്പ് ഓഫ് എ ടങ് എന്നൊക്കെ പറയുന്ന പോലെ, സ്ലിപ്പ് ഓഫ് എ ടങ് എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ നാക്ക് പിഴച്ചിട്ടും വഴക്കുകളോ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളുടെ പാഷനിൽ വളരെയധികം നിങ്ങൾ ഇമ്മേഴ്സ്ഡ് ആയിട്ടാണ് കാണുന്നത്, അതിലെങ്ങനെ മുഴുകിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്.
നെക്സ്റ്റ് 8 ഓഫ് സോഡ്സ് ആണ്. ഇവിടെ നിങ്ങൾ കുറച്ച് ചില സമയങ്ങളിലെങ്കിലും നിങ്ങളൊരു വല്ലാത്തൊരു ഏകാന്തത ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ആളുകളോടൊപ്പം ഇരിക്കുമ്പോൾ വളരെ ഹാപ്പി ആയിരിക്കും, പക്ഷേ എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു മിസ്സിങ്, ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഏകാന്തത, ഒരു ഡിപ്രഷൻ പോലെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നേ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല ഇത് എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് എന്നുള്ളത്. എല്ലാവരുടെയും കൂടി ഇരിക്കുമ്പോഴും ഒരു വല്ലാത്ത ലോൺലിനെസ് ഫീൽ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുക, എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുക, എന്നാൽ ട്രാപ്പിലായ പോലെ തോന്നുക. നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ട് പക്ഷേ ഒരു കാര്യവും നിങ്ങൾക്ക് മുന്നോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ ട്രാപ്പിലായി പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, നിങ്ങൾ ഇരയാക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അത് നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം എന്താണോ അതിൽ ആലോചിച്ച് നോക്കുക. ഒരു തീരുമാനം എടുക്കേണ്ട ദിവസമായിരിക്കാം ഇന്ന്, പക്ഷേ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ കോൺഫ്ലിക്റ്റഡ് ആണ്, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പറയുന്നതാണ് ശരി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല. അതുപോലെ നിങ്ങളൊരു ആക്ഷൻ എടുക്കാനും തയ്യാറല്ല. നിങ്ങളിങ്ങനെ ട്രാപ്പിലായിപ്പോയി, പെട്ടുപോയി, ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ തോന്നുന്നതായിട്ട്, ആക്ഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നതായിട്ടും തോന്നുന്നു. ഒരുതരം മടിയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. 10 ഓഫ് സോഡ്സ് ആണ്. സോഡ് എനർജീസ് കുറച്ചധികം കാണുന്നുണ്ട്. അതും 8ഉം 10ഉം 6 തൊട്ട് മുകളിലോട്ടാണ്. 6, 8, 10 ഒക്കെയാണ്. അപ്പോൾ സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് ചിലർക്കെന്ന് കാണുന്നുണ്ട്. കുറച്ച് പേര് ഭയങ്കരമായിട്ട് ഫാമിലി ഇഷ്യൂസിൽ കുരുങ്ങി കിടക്കുന്നുണ്ട്. കുറച്ച് പേര് സെൽഫ് ഡൗട്ട് അടിച്ചിട്ട് എനിക്കത് പറ്റുമോ, അല്ലെങ്കിൽ എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ട്രാപ്പിലായിരിക്കുന്ന കുറച്ച് പേരുണ്ട്. ഇത് 10 ഓഫ് സോഡ്സ് പറഞ്ഞാൽ തകർന്നിരിക്കുന്നു എന്നാണ്. 10 ഓഫ് സോഡ്സ് ജോലി നഷ്ടപ്പെടുന്ന ഇപ്പം ഇന്നേ ദിവസം ജോലിക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന ആളുകളാവാം, റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന ആളുകളാവാം, വിശ്വാസവഞ്ചന സംഭവിക്കുന്ന ആളുകളാവാം, അങ്ങനെയുള്ള കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ 10 ഓഫ് സോഡ്സ് ഒരു തകർച്ചയുടെ കാർഡാണ്, പെയിൻഫുൾ എൻഡിങ്ങിൻ്റെ കാർഡാണ്. അപ്പോൾ ഒരു കർമ്മ ഫേസ് അതിൻ്റെ ഏറ്റവും പീക്ക് ടൈമിൽ വന്ന് നിങ്ങളെ മാനസികമായിട്ട് കടുത്ത ദുഃഖത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. ഇത് എല്ലാവർക്കും അല്ല, പക്ഷേ ആർക്കൊക്കെയോ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു ഷോക്കിംഗ് ന്യൂസ് ഇന്ന് കേൾക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് 10 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് 10 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത് നോക്കാം, ഒരു ക്ലാരിറ്റി നോക്കാം. 10 ഓഫ് സോഡ്സ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ചിലപ്പോൾ നമ്മൾ വിശ്വാസവഞ്ചന ആയിരിക്കാം, ജോലി നഷ്ടപ്പെടുന്നതായിരിക്കാം, പ്രണയനൈരാശ്യമായിരിക്കാം. ഇപ്പോൾ ഡിവോഴ്സ് കേസൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ, ഡിവോഴ്സ് കേസുകളിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ആ ഡിവോഴ്സ് ആവുന്നതായിരിക്കാം. ചിലപ്പോൾ ആരുടെയെങ്കിലും മരണവാർത്ത കേൾക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആളുകളുടെ മരണവാർത്ത കേൾക്കുന്നതായിരിക്കാം. എന്തുകൊണ്ടാണ് 10 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത്? പേജ് ഓഫ് സോഡ്സും കിങ് ഓഫ് വാൺസും. കിങ് ഓഫ് സോഡ്സ് ആണ് പോട്ടെ. ഇത് വഴക്കാണ് കേട്ടോ. വഴക്ക് മീൻസ് പഴയ കാര്യങ്ങൾ ഓർത്തിട്ട്, പഴയ പാസ്റ്റിൽ നിങ്ങൾ ബ്രോക്കൺ ആണ്. അപ്പോൾ ഈ 10 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് പാസ്റ്റിൽ കഴിഞ്ഞു പോയതാണ്. പാസ്റ്റിൽ നിങ്ങൾ ബ്രോക്കൺ ആയിരുന്ന ആളാണ്, നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ച ആളാണ്. അപ്പോൾ നിങ്ങൾ അതിനെ ഓർത്തിട്ട് അതിൽ നിന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ്. അപ്പോൾ എന്താണോ നഷ്ടപ്പെട്ടത് ആ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങളെ കുറച്ച് അനുഭവം ഓൾറെഡി എക്സ്പീരിയൻസ് കുറേ കിട്ടിയിട്ടുണ്ട്, കുറച്ച് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് മാറി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് വേണ്ട, ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് നോക്കുമ്പോൾ വല്ലാത്ത പെയിൻ അനുഭവിക്കുന്നില്ലേ, ആ പെയിനാണ് ഈ 10 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇത് നഷ്ടപ്പെട്ട സമയത്ത് നിങ്ങൾ അനുഭവിച്ച അതേ പെയിൻ നിങ്ങൾ ഇന്നേ ദിവസം അത് വേണ്ടാന്ന് വെക്കുമ്പോഴും അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു വലിയ കോൺഫ്ലിക്റ്റ്, വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. കിങ് ഓഫ് സോഡ്സ് ആണ് ബോട്ടം വന്നപ്പോൾ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ഇതിൻ്റെ ബോട്ടം ഒരു 7 ഓഫ് സോഡ്സ് ഉണ്ട്, ഒരു ചതിയാണ് കേട്ടോ. പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയത് കൊണ്ട്, ഒരു ചതി കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ 10 ഓഫ് സോഡ്സ് ഉള്ളത്. അത് ചിലപ്പം നിങ്ങൾക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും നിങ്ങളുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയതാവാം, ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തതാവാം, പണത്തിൻ്റെ പേരിൽ ചീറ്റ് ചെയ്തതാവാം, റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്തതാവാം. അപ്പോൾ അവിടെ നിങ്ങൾ ബ്രോക്കൺ ആയിരുന്നു. ആ ബ്രോക്കൺ ഷിപ്പിൽ നിന്ന് നിങ്ങളൊക്കെ മാറി വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഫേസിൽ നിന്ന് നിങ്ങൾ മാറി വന്നിട്ട് നിങ്ങൾ ഇന്നേ ദിവസം അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് മൂവ് ഓൺ ചെയ്യാൻ. പക്ഷേ നിങ്ങൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ടിരിക്കുന്നു, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. ഓക്കെ, ഞാനീ പറയുന്നതൊക്കെ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് സ്റ്റാർ കാർഡാണ്.
അപ്പോൾ ഇന്ന് ചിലപ്പോൾ ലോട്ടറി ഒക്കെ അടിക്കാൻ സാധ്യതയുണ്ട്, ലോട്ടറിയോ ചിട്ടിയോ ഒക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ബ്രോക്കൺ ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഹാർഡ്ഷിപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് വളരെ പ്രതീക്ഷ ഇന്ന ദിവസം കിട്ടും. അത് ഞാൻ ഇവിടെയും പറഞ്ഞില്ലേ, 6 ഓഫ് സോർഡ്സ് കണ്ടപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടിലൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആശ്വാസത്തിന് വകയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ദിവസമാണ്. വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക, എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക. എന്ത് സംഭവിച്ചാലും അത് നമ്മളെ നമ്മളാക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളാണ്. അതെല്ലാം നമുക്ക് നല്ലതിന് വേണ്ടിയായിരുന്നു. ആ സമയത്ത് ചിലപ്പോൾ നമുക്കത് മോശമെന്ന് തോന്നിയെങ്കിലും അതിൻ്റെ ഗുണം നമുക്ക് പിന്നീട് നല്ലതായിട്ട് തന്നെയായിരിക്കും വരുന്നത്. അപ്പം വളരെ ശുഭപ്രതീക്ഷയോടുകൂടി ഇരിക്കുക. തീർച്ചയായിട്ടും ശുഭമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുള്ളൂ. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമോ എന്ന് പേടിച്ചാൽ തീർച്ചയായിട്ടും അത് വരികയും ചെയ്യും. അതുകൊണ്ട് എല്ലാം ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസമാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്താഗ്രഹിക്കുന്നതെല്ലാം ഇന്ന് വന്നു ചേർന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ പ്രതീക്ഷയോടുകൂടി ഇരിക്കാനാണ് പറയുന്നത്. ഇത് പുതിയതായിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടാവുന്നതായിരിക്കാം കേട്ടോ. വളരെ പ്രതീക്ഷ തരുന്നൊരു ഉദയമുണ്ടെന്നാണ്. അപ്പോൾ പുതിയ ന്യൂ ബേബീസ് ഉണ്ടാവുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ നട്ടിട്ടുള്ള ചെടികളിൽ പൂക്കൾ ഉണ്ടാവുന്നതായിരിക്കാം, കായ ഉണ്ടാവുന്നതായിരിക്കാം. നിങ്ങളൊരു പെറ്റ് ലവർ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പെറ്റ്സിൻ്റെ ബേബീസ് ഉണ്ടാവുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ട് അതിലൊരു ആനന്ദം കണ്ടെത്തുന്നതായിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസം. ആ പ്രതീക്ഷയാണ് നിങ്ങൾക്ക് ഇന്ന്. വളരെ പ്രതീക്ഷ കിട്ടും, മുന്നോട്ട് പോകാനുള്ള വളരെ പ്രതീക്ഷ കിട്ടും എന്നാണ് കാണുന്നത്. 10 ഓഫ് കപ്സ് ആണ്. ഫാമിലി ടൈം ഉണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഒരു സെപ്പറേഷനിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ ഫാമിലി റിയൂണിയനാണ്. നിങ്ങൾ ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുമെന്ന് കാണുന്നുണ്ട്. നല്ലൊരു ഗുഡ് ടൈം നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ കിട്ടും. ചിലപ്പം മക്കളും ഹസ്ബൻഡ് ആൻഡ് വൈഫ് മക്കളൊക്കെ കൂടെ പുറത്ത് പോകുന്നതായിരിക്കാം. കുറച്ച് നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള സെപ്പറേഷനോ അല്ലെങ്കിൽ വഴക്കൊക്കെ ആണെങ്കിൽ അവിടെ ഒരു റീയൂണിയനും നല്ല കുറച്ച് മൊമെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 10 ഓഫ് കപ്സ്. ദെൻ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പൈസ കിട്ടും. അതുപോലെ നിങ്ങൾ പണം മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ പണം കൊടുക്കുമെന്നും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ 10 ഓഫ് സോർഡ്സിൻ്റെ ഇവിടെ ഒരു 7 ഓഫ് സോർഡ് ഇല്ലേ, 7 ഓഫ് സോർഡ് ചതിയുടെ കാർഡ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പണം ചിലപ്പോൾ കടം വാങ്ങിക്കുന്നതാവാം കേട്ടോ. ഈ 7 ഓഫ് സോർഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾ പണത്തിൻ്റെ ആവശ്യകത വരുമ്പോൾ നിങ്ങൾ പണം കടം ചോദിക്കുന്നതും ആകാം. ചോദിക്കുന്നിടത്ത് നിന്ന് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റും ആകാൻ സാധ്യതയുണ്ട് ഈ 7 ഓഫ് സോർഡ് കേട്ടോ. അപ്പം നമ്മൾ പ്രതീക്ഷയോടുകൂടി ഒരിടത്ത് ചോദിക്കുക, അത് കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇൽ ഫീലിംഗും കൂടി ആവാം ഈ 7 ഓഫ് സോർഡ് എന്ന് പറയുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നമ്മൾ നേരത്തെ പണം കൊടുത്തിട്ടുള്ള ആളുകൾ നമുക്ക് തിരിച്ച് പണം തരുന്നതാവാം. നമ്മുടെ കയ്യിലേക്ക് പണം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാവാം. അതായത് അയ്യോ കഷ്ടമുണ്ട് എന്നാൽ കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കുന്നതാവാം. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ കടം വാങ്ങിച്ചാണെങ്കിലും കൊടുക്കും. ഉദാരമനസ്കതയുടെ ഒരു കാർഡാണ് ഈ 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള മനസ്സ് തോന്നുന്ന ദിവസമാണ്. അതുപോലെ അതൊരു കോംപ്രമൈസിൻ്റെ കാർഡാണ്, ബാലൻസിൻ്റെ കാർഡാണ്. അതായത് നമ്മൾ നമ്മുടെ കാര്യങ്ങളെ, നമ്മുടെ വരവ് ചെലവ് കണക്കാണെങ്കിൽ പോലും രണ്ടിനെയും തമ്മിൽ ബാലൻസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പ്രശ്നങ്ങളുള്ളിടത്ത് അതൊരു കോംപ്രമൈസിലേക്ക് കൊണ്ടുവരിക. അതുപോലെ നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നവരാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുക, നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. എന്നാൽ പണം കിട്ടുമെന്ന് കാണുന്നുണ്ട് കേട്ടോ. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്, പക്ഷെ പണം കിട്ടുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പണം കിട്ടുമെന്നാണ്. ക്വീൻ ഓഫ് കപ്സ് ആണ്. ഇന്ന് കുറച്ച് അൺകണ്ടീഷണൽ ലവ് ആണ്. എല്ലാവരോടും വളരെ വാത്സല്യം തോന്നാൻ സാധ്യതയുണ്ട്. അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അപ്പോൾ അമ്മയെ വിളിക്കുന്നതാവാം, സംസാരിക്കുന്നതാവാം, അമ്മയെ കാണാൻ പോകുന്നതാവാം, അമ്മ എന്തെങ്കിലും തന്നു വിടുന്നതായിരിക്കാം, അല്ലെങ്കിൽ അമ്മയോട് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കാം, അതാകാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മദർലി അഫെക്ഷനോട് കൂടി ആയിരിക്കും ഇതെല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത്. ഒരു വാത്സല്യം, എല്ലാവരോടും വളരെ സ്നേഹം, അതൊക്കെയാണ്. അതുപോലെ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും. അതായത് ഒരു മദർലി അഫെക്ഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, നമുക്ക് അമ്മ എന്ന് പറയുന്നത് എപ്പോഴും അമ്മയ്ക്കില്ലെങ്കിലും അമ്മ നമുക്ക് തരുന്ന ഒരു ഫീലില്ലേ, ആ ഒരു ഫീലിൽ നമ്മളും ഇരിക്കുന്നു എന്നുള്ളതാണ് ഇത്. പിന്നെ
ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വൂണ്ടഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദന, പെയിൻ, ഇടയ്ക്കിടയ്ക്ക് ഒരു പെയിൻ തോന്നുക. അപ്പോൾ നിങ്ങൾക്കത് ഹീലിംഗ് വേണമെന്ന് തോന്നുകയാണ്. ഇത് ഹീലിങ്ങിൻ്റെ ദിവസം കൂടിയാണ്, ഈ ക്യൂൻ ഓഫ് കപ്പ് ഹീലിങ്ങിൻ്റെ കാർഡും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ നിങ്ങളെ തന്നെ വളരെയധികം സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളൊരു റെസൊല്യൂഷനൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഇന്നോട്ട് ഡയറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇന്നോട്ട് എൻ്റെ സൗന്ദര്യം സംരക്ഷിക്കും, ഞാൻ ഇന്നോട്ട് നല്ല വസ്ത്രം ധരിക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്ന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പണവും സമയവും സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം. അതുപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുന്നതാവാം. അപ്പോൾ നിങ്ങൾ തന്നെ ഇരുന്ന് കരയുക, ഇമോഷണൽ ഡ്രെയിനേജ് വരുമ്പോൾ ഡ്രെയിൻ ആവുക. ഇമോഷണൽ ഡ്രെയിൻ ആവുന്ന സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതും നിങ്ങളെ തന്നെ ആശ്വസിപ്പിക്കുന്നതും ഒക്കെ ആകാം. നിങ്ങൾ തന്നെ നിങ്ങളെ ഹീൽ ചെയ്യുന്നതാണ്. ഇനി കുറച്ച് പേര് വേണമെങ്കിൽ ഹീലിംഗ് എടുക്കുന്നവരും ഉണ്ടാവും. ഇന്ന് ദിവസം ഹീലിംഗ് എടുക്കുന്നവരും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ദിവസം കൂടി ആയിരിക്കും. അതാണ് ക്വീൻ ഓഫ് കപ്സ് പറയുന്നത്. സെൽഫ് ലവ് ചെയ്യുന്ന ദിവസമാണ്, സെൽഫ് ഇൻറ്റിമസി തോന്നുന്ന ദിവസമാണ്. അതുപോലെ വളരെ ഡെഡിക്കേറ്റഡ് ആൻഡ് ലവിങ് ആയിട്ടിരിക്കുന്നു. ചിലരെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നു. ഒരു കപ്പിൽ മാത്രം നോക്കിയിരിക്കുന്ന ഒരു ലേഡിയാണ് ഈ ക്വീൻ ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെയാണോ കാത്തിരിക്കുന്നത് ആ ആളെ നിങ്ങൾക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സ് എന്നാണ് പറയുന്നത്. ഇമോഷൻസിൻ്റെ രാജകുമാരിയാണ്. ഓക്കെ, 4 ഓഫ് വാൺസ് ആണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്നു എന്നാണ്. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഫാമിലി ടൈം ഉണ്ട്. ഫാമിലി ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ്. ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. റീയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ നിങ്ങളുടെ സോൾമേറ്റുമായിട്ട് ചേർന്നിരിക്കുന്ന ദിവസമാണ്. അച്ചീവ്മെൻറ്റിൻ്റെ ദിവസമാണ്. അപ്പം നല്ലൊരു പാഷനെ ചേസ് ചെയ്ത് പോകുന്ന ആളുകളെ സംബന്ധിച്ചൊരു നല്ല അച്ചീവ്മെൻറ്റ്. നിങ്ങൾക്ക് ധാരാളമായിട്ട് പണമൊക്കെ കിട്ടുന്നതായിരിക്കാം, റെക്കഗ്നേഷൻ കിട്ടുന്നതായിരിക്കാം. നിങ്ങളൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നുണ്ടാവും. ഒരു സന്തോഷകരമായ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ആഹ്ലാദത്തിൽ പങ്കെടുക്കുക, ഒരുമിച്ച് ചേർന്ന് ചില്ലൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്പെൻഡ് ടൈം ടുഗെദർ ആയിരിക്കാം. ഇത് ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കാം, ഒരു കൂട്ടം ആളുകളോടൊപ്പം ആയിരിക്കും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് സമയം. അതുപോലെ ആഘോഷിക്കുക, നിങ്ങളുടെ ആഘോഷത്തിൽ, നിങ്ങളുടെ വിജയത്തിൽ നിങ്ങൾ ആഘോഷിക്കുക എന്നുള്ളതൊക്കെയാണ് 4 ഓഫ് വാൺസ് പറയുന്നത്. പിന്നെ സെലിബ്രേഷൻ്റെ കാർഡാണ്. കല്യാണമോ കല്യാണ നിശ്ചയമോ ഒക്കെ നടക്കാൻ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനൊക്കെ സാധ്യതയുള്ള പോലെ കാണുന്നുണ്ട്. ഓക്കെ, ബോട്ടം വന്നിട്ട് ഹെർമിറ്റാണ്. അപ്പോൾ ചില ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇമോഷണൽ ഡാമേജ് വരിക, ഡ്രെയിൻഡ് ആവുക, ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്നെസ് തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ട്. അതുപോലെ സ്പിരിച്വാലിറ്റിയിൽ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് സ്പിരിച്വലി ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ തന്നെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഞാൻ എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ആരാധനാലയങ്ങളൊക്കെ സന്ദർശിക്കാനും സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് ആയിട്ട് കാണുന്നത്. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്ന് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് വളരെ പോസിറ്റീവായിട്ടിരിക്കണേ. ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാനുള്ളത് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസിന് ചോദ്യം ഉണ്ടെങ്കിൽ മനസ്സിൽ ചോദിക്കുക. 3 ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം മനസ്സിൽ വിചാരിക്കാം, എന്താണ് ഗൈഡൻസ്, എന്താണ് ഏഞ്ചൽസ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് തരുന്ന ഗൈഡൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം പീസ്ഫുൾ റെസൊല്യൂഷനാണ്. അപ്പം നിങ്ങളൊരു വളരെ സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുക്കുക. അതായത് നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാന്നാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായ ധാരണ ഉണ്ടാക്കുക, അതിൽ ഉറച്ചു നിൽക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. എത്രത്തോളം നിങ്ങളതിൽ വിശ്വസിക്കുന്നു അത്രത്തോളം നിങ്ങൾക്കത് വന്ന് കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തേത്. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, ഒരു അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധിക്കുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ. തേർഡ് വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണ്. അപ്പോൾ നിങ്ങൾ വളരെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആദ്യമേ കിങ് ഹൗസോട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ കുറച്ച് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. അതുപോലെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുക. ഒരു ഡൗട്ടിന് ഇട നൽകരുത്. വളരെ കാഷ്വലായിട്ടാണെങ്കിൽ പോലും സംസാരിക്കുമ്പോൾ എന്ന് വളരെ സൂക്ഷിക്കണം. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബോട്ടം വന്നിട്ടുള്ളത് ഹെൽപ്ഫുൾ പീപ്പിൾ ആണ്. നിങ്ങൾ എന്ത് സാഹചര്യത്തിൽ പെട്ടിരിക്കുകയാണെങ്കിലും നിങ്ങളെ ഇന്ന് സഹായിക്കാൻ ആളുകളുണ്ടാവും. ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. ഇന്ന ദിവസം നിങ്ങളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ യൂണിവേഴ്സിൻ്റെ പ്രതിനിധികളായിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, അവരോടൊക്കെ ഹോപ്പനൊപ്പനോ ചൊല്ലണം. അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് നന്ദി പറയണം, ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും പോസിറ്റീവായിട്ടിരിക്കാനും ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നോ അത് നിങ്ങളിലേക്ക് വരും.
അതിനേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളും വർക്കാവും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ലവേഴ്സിനുള്ള ഗൈഡൻസ് ഞാൻ മറ്റേ ചാനലിലിട്ടിരിക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ് ആ ചാനലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കോസ്മിക് ടാരോ മലയാളം എന്നാണ് ചാനൽ, കോസ്മിക് ടാരോ ഹീലിംഗ് മലയാളം കേട്ടോ, അതാണ് ചാനലിൻ്റെ പേര്. അത് സെർച്ച് ചെയ്യണം, അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കോസ്മിക് ടാരോ ഹീലിംഗ് മലയാളം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.